ഈയിടെ യൂട്യൂബിൽ ചെറുതായിട്ടൊന്ന് വൈറലായ വീഡിയോ ആയിരുന്നു കോവയ്ക്ക പീര. ഞാനും ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. പഴയ കുറേ നല്ല വീഡിയോസ് ഉണ്ട്, കാണാൻ മറക്കല്ലേ കേട്ടോ. കോവയ്ക്ക പീര ഉണ്ടാക്കാൻ വേണ്ടി കോവയ്ക്ക ചെറുതായി ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആദ്യം കോവയ്ക്ക നല്ലോണം കഴുകി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ കോവയ്ക്ക വെള്ളത്തിലേക്കിട്ട് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നന്നായി ഒലച്ച് കഴുകിയെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിലുള്ള ഒരു കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. കോവയ്ക്കയിലുള്ള കറ ആക്ച്വലി നമ്മൾ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ആക്ച്വലി നല്ലതാണ്. കോവയ്ക്ക ഒന്ന് സ്റ്റിഫായി നിൽക്കാനും അത് നല്ലോണം ഫ്രൈ ചെയ്ത് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രിപ്പറേഷനിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിലേക്ക് മസാല പിടിച്ച് കിട്ടില്ല. അതിനു വേണ്ടിയാണ് കേട്ടോ. നന്നായി ഒലച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കറ പോയി കിട്ടും. പിന്നീട് നമ്മൾ മസാല ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ മസാല ഉള്ളിലേക്ക്, കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചിരവിയെടുത്ത തേങ്ങയാണ്. ഞാൻ ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ഏകദേശം 8 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ചെറിയുള്ളിയാണ്. മീഡിയം സൈസ് ആവുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 10-12 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാവുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അടുത്തത് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട എരിവാണ്. ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളകോ പെപ്പറോ എടുക്കാം, കുരുമുളക് വേണമെങ്കിൽ എടുക്കാം. കുരുമുളക് എടുത്താലും ചുവന്ന മുളക് എടുത്താലും ഇതിൻ്റെ നിറം മാറും. അതുകൊണ്ട് എനിക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ പച്ചമുളക് മാത്രം എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. പച്ചമുളകോ കുരുമുളകോ ആണ് ഇതിലേക്ക് ടേസ്റ്റ് കിട്ടുക, ചുവന്ന മുളകിനേക്കാളും. ഇനി ഇതിലേക്ക് 2 മസാലപ്പൊടികൾ വേണം. ആദ്യത്തേത് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ വേണം. രണ്ടാമത്തേത് ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ വേണം. ഇതിലേക്ക് ഇനി പുളി ചേർക്കണ്ടേ. സാധാരണ വാളൻ പുളിയോ കുടംപുളിയോ ആണ് ഇതിലേക്ക് ചേർക്കുക. മീനിലേക്കൊക്കെ തീർച്ചയായും വാളൻപുളിയോ കുടംപുളിയോ തന്നെയാണ് ചേർക്കുക. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നത് മാങ്ങയാണ്, നല്ല പച്ചമാങ്ങ. എനിക്ക് നല്ല മീഡിയം പുളിയുള്ള മാങ്ങയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ 1 മാങ്ങയോളം എടുത്തിട്ടുണ്ട്. പുളി അനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ പുളി ചേർത്തിട്ടും മാങ്ങ ചേർത്തിട്ടും വെച്ച് നോക്കിയിട്ടുണ്ട്. മാങ്ങ ചേർത്തിട്ടുള്ള വേർഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെയൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി ഈ മസാലയിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല തരിതരിപ്പായി ഒതുക്കിയെടുക്കുക. ഇതുപോലെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്കയും മസാലയും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെയാണ്, മൺചട്ടിയിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യം കോവയ്ക്ക ചേർത്ത് കൊടുത്തു, പിന്നാലെ തന്നെ മസാലയും ചേർത്ത് കൊടുത്തു. രണ്ടും കൂടെ കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, കോവയ്ക്കയുടെ അളവ് 350 ഗ്രാമാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. മിക്സ് ചെയ്തൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് മൺചട്ടിയാണ്, പെട്ടെന്ന് വെള്ളം വലിയും. വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും തുടക്കത്തിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പറ്റിപ്പിടിക്കാതെ. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. കോവയ്ക്ക നല്ലോണം വേവുന്നത് വരെ ഇങ്ങനെ തന്നെ തുടരുക. ഇപ്പോൾ കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക പീര റെഡിയായി കേട്ടോ. നിങ്ങളിത് വീട്ടിൽ ചെയ്യുമ്പോൾ പുളി ചേർത്തിട്ടും
മാങ്ങ ചേർത്തിട്ടും 2 വിധത്തിലും വെച്ച് നോക്കിയിട്ട് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. പിന്നെന്താ, ലവ് യു ഓൾ.